കോട്ടക്കലിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. നിയമലംഘനം കണ്ടെത്തിയ 10ഓളം വ്യാപാര സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. The complete family wedding, Lumika Wedding, Calicut Road, Chammad. Opening soon. Fancy and footwear. കോട്ടക്കൽ നഗരസഭാ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കോട്ടക്കൽ മേഖലയിലെ ഹോട്ടലുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയത്. കോട്ടക്കൽ ടൗൺ, ചങ്കുവെട്ടി, പുത്തൂർ ബൈപ്പാസ് എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. നഗരസഭയുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും തട്ടുകടകളിലും വ്യാഴാഴ്ച രാത്രിയിലാണ് മിന്നൽ പരിശോധന നടത്തിയത്. 10ഓളം കടകൾക്ക് നോട്ടീസ് നൽകി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കടകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. കോട്ടക്കൽ നഗരസഭാ പരിധിയിൽ അനധികൃതമായും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉപയോഗയോഗ്യമല്ലാത്ത പെർമിറ്റഡ് അല്ലാത്ത രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ, ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ മറ്റ് പൈനാപ്പിൾ പോലുള്ള സാധനങ്ങൾ വ്യാപകമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് വിവിധ ഭാഗങ്ങളിൽ 15ഓളം സ്ഥാപനങ്ങൾ പരിശോധിച്ചു, അനധികൃതമായിട്ട് നടത്തപ്പെടുന്നു. അതിൽ 10ഓളം സ്ഥാപനങ്ങൾക്ക് ഈ അടിയന്തരമായിട്ട് നിർത്തൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തുടർന്നും ഈ പരിശോധന ശക്തമായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ്. ഈ റംസാൻ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്താണ് ഇത് വ്യാപകമായിട്ട് കാണുന്നത്. ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, കോളറ എന്നീ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ്, വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. കോട്ടക്കൽ മേഖലകളിൽ മഞ്ഞപ്പിത്തവും കോളറയും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധനയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ പരിശോധനയും അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. കോട്ടക്കൽ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സക്കീർ ഹുസൈൻ VP, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ സാബു, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹുസൈൻ K, ഷബീർ AP, നഗരസഭാ ജീവനക്കാരായ ഷുഹൈബ്, അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കേരള വിഷൻ, കോട്ടക്കൽ.